ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മമ്മിയുടെ സ്പെഷ്യലായിട്ടുള്ള എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളെ ഇടിച്ച മുളകെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. മമ്മി, നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കണേ? ഉള്ളിയും മുളകും കൂടെ കൂടി ചതച്ച് മൂപ്പിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ റെസിപ്പി കാണിക്കാവോന്ന്. അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇവിടുത്തെ ഉള്ളി, ഈ ഉള്ളിയെ ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിലാണ് നല്ലത്. ഇവിടെ ഷാലറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്നത് ഇതാണ്. മമ്മി പറയണത് ചെറിയ സവാളയുടെ ചെറുതാണെന്നല്ലേ? മുളക് ആദ്യം എല്ലാ എരിവുള്ള മുളകാണോ? ഇത് മുളക് മൂപ്പിച്ചെടുക്കാം. ഇത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ അല്ലേ? വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കോരിട്ട് മിക്സിയിൽ ചതച്ചെടുക്കാം. മമ്മി നാട്ടിലത് കല്ലിലാണോ ചതച്ചുണ്ടാക്കാറ്? അധികം ഉണ്ടാക്കിയപ്പോ ഞാൻ മിക്സിയിൽ ഉണ്ടാക്കിയ ഇച്ചിരിയൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ കൂട്ടാനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇതിനകത്ത് ഇടികല്ലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഉണ്ടാക്കിയപ്പോൾ മമ്മി മിക്സിയിലാണ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എളുപ്പം മിക്സിയിൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലാണ് കാണിക്കുന്നത്. മുളക് മൂത്തോ മമ്മി? മൂത്തു. എല്ലാം നല്ല എരിവുള്ള മുളകാ എടുത്തല്ലേ? ഇനി ഉള്ളി ഇടാട്ടോ. ഇത് നന്നായിട്ട് വഴണ്ടി വരണോ? ഒരുമാതിരി വഴണ്ടി വരും. എന്നുവെച്ചാൽ വാടൂലേ? വാടിയാ മതി. അരച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, കടുകൊക്കെ പൊട്ടിച്ച്. ഇനി എന്നിട്ട് കടുകൊക്കെ വീണ്ടും പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കണം. അരച്ചു കഴിയുമ്പോ വേറെ കളറായിരിക്കൂലേ? അപ്പൊ കടുക് പൊട്ടിക്കുമ്പോ നമ്മള് വീണ്ടും ചെറിയുള്ളി ചേർക്കോ? ഇല്ല ഇല്ല, ഈ അരച്ചത് ഇടും. ഓക്കെ. ഇതിന്റെ കൂടെ പുളിയും കൂടെ ഇടാം. അപ്പൊ ഇടയ്ക്ക് കിടന്ന പുളിയും കൂടെ അങ്ങോട്ട് മൂത്തോളൂ. അപ്പൊ ഒരുമിച്ചിടാം അല്ലേ? തീ കുറച്ച് കൂട്ടി വെക്കണോ മേ? അപ്പൊ ആ സമയം കൊണ്ട് പപ്പ ഞങ്ങൾക്ക് ചക്കപ്പഴം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന്. അത് നന്നായിട്ട് വൃത്തിയാക്കി ഇവിടെ പപ്പ ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇന്ന് ചക്കയട ഉണ്ടാക്കാം. ഇവിടെ പപ്പയമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തവണ ചക്കയട ഉണ്ടാക്കി, പക്ഷെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളിതിന്റെ വീഡിയോ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ ആയിരുന്നു. മമ്മി അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മീൻകറിയാണ്. പിന്നെ മമ്മി മീൻ അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ നല്ല കുശാലായിരുന്നു. പിന്നെ പപ്പടം, ഇതൊക്കെ കൂട്ടിയായിരുന്നു ഇന്നത്തെ ഊണ്. അപ്പൊ ആ പുളിയുടെ കറുപ്പ് ആ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല അല്ലേ? പുളി തരിക്കാനുള്ളതല്ലേ. ഇതിന് മൂപ്പിക്കാനുള്ളത് അത് മതി. മതിയോ? അപ്പൊ അത് ഇതാണ് പാകം. ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ. അത് മതി അല്ലേ? ഇനി അരച്ചിട്ട് മൂപ്പിക്കുമല്ലോ. ഇനി അരച്ചിട്ട് നമുക്ക് മൂപ്പിക്കാം. ചതച്ചിട്ട് അരക്കല്ല, ഒന്ന് ചതച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്ലേ? അപ്പൊ നമ്മള് തീ ഓഫ് ചെയ്തു. ഇനി ചൂടാറിയിട്ടാണോ മിക്സിയിൽ ചതയ്ക്കാം? ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാം. ഈ മുളക് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം ആദ്യം. ചുമ വരുന്നു. മുളക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തു കേട്ടോ. നല്ലോണം ചുമക്കുവേ.
അപ്പൊ നമ്മള് ചതച്ച മുളക് ഇത് പിഞ്ഞാണിയിലേക്ക് മാറ്റാണ്. ഞാൻ പിഞ്ഞാണി എന്നൊക്കെയാണ് പറയാ. ചതച്ച മുളക് നമ്മള് അത് ഇങ്ങനെ ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ നമ്മള് വഴറ്റിന്നല്ല ഒന്ന് വാടിയ ഉള്ളിയും കൂടെ ചേർക്കാം. അപ്പൊ നമ്മളൊന്ന് വാട്ടി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പുളിയും കൂടെ കൂടിയിട്ട് ചേർക്കുകയാണ്. ഇതിന്റെ അളവൊക്കെ ഒരു നമ്മുടെ മനക്കണക്കല്ലേ മമ്മി? അങ്ങനെയൊന്നും പറയാൻ അറിയാൻ പറ്റില്ല. ആ, എനിക്ക് ഒരു കണക്കാ. ഒന്ന് രണ്ട് കറക്കിയതേ ഉള്ളൂ. അപ്പൊ ദേ ഇങ്ങനെയായി. ഇത്ര അങ്ങ് ഇതായില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ മമ്മി? ശരിക്കും പറഞ്ഞാൽ ചതച്ചെടുക്കുന്നതാണ് ഒതന്റിക് ആയിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ചതച്ചാണ്. പക്ഷെ നമ്മള് കൂടുതൽ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോ ഇതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. പാനടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഇട്ടു. ഇതിനകത്ത് നല്ലോണം വെളിച്ചെണ്ണയുടെ ഉപയോഗം ഉണ്ടല്ലേ മീ? എൽബിയുടെ വെളിച്ചെണ്ണ തീ. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോ നമ്മൾ അതിനകത്തേക്ക് കടുകിട്ടു. നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞപ്പോ നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പുളിയും കൂടെ കൂടിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാൻ പോവാണ്. ഇതെന്തോരം മൂക്കണോ മിനി? എപ്പോഴാ ഇനി മുളക് ചേർക്കാം? ആവട്ടെ എന്നിട്ട് ചേർക്കാം. ഉപ്പുണ്ടോ നോക്കിയിട്ടെ. മമ്മി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുടെ ഉപ്പ് നോക്കിപ്പിക്കുന്ന ആള് പപ്പനെയും കൊണ്ടാണ് കേട്ടോ. ഉപ്പുണ്ടോ പപ്പ? ആണോ? അത് പാകാണോന്നാ ചോദിച്ചത്. കുറേശ്ശെ ആയി തുടങ്ങി. ഇനി കുറച്ചു നേരം കൂടെ മതിയോ? നമ്മൾ ആദ്യം വറുത്ത് ചതച്ച് വെച്ചിട്ടുള്ള മുളക് ചേർത്തു. വേണ്ട, കളറൊക്കെ നല്ലോണം മാറി നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാടില്ല അല്ലേ ഉമ്മി? കുറച്ചു നേരം നമ്മള് മുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ ചിലപ്പോ പുകഞ്ഞു പോയിരിക്കും. കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ടുട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കി. മമ്മി നല്ല എരിവാ. അത് അങ്ങനെ ഇച്ചിരി എരിവുണ്ടാവും. ഇത് അങ്ങനെ തന്നെ തിന്നാൻ പറ്റില്ല. ഇച്ചിരി സൈഡാ, അച്ചാറ് പോലെ, സൈഡായിട്ട് പോകും. അച്ചാറ് പോലെ. ഞാൻ നിർത്ത് കേട്ടോ. അടിപൊളി. ഇത് ലൈറ്റ് കടത്തിയപ്പോ ഇതാണ് കേട്ടോ ആക്ച്വൽ കളറ്. ആ ലൈറ്റ് ഇടുമ്പോ നമുക്കേ ഒരു കളർ അങ്ങ് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. നല്ല എരിവുണ്ട്. ഇത് അച്ചാറ് പോലെയാണ് കഴിക്കേണ്ടത്. ഇതിന്റെ ഒരു ഇച്ചിരി മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. നല്ല ടേസ്റ്റാ, എന്റെ ഫേവറേറ്റാ. ഇതാണ് സാധനം. മമ്മി, അപ്പൊ ഇത് നമ്മള് ഫ്രിഡ്ജിൽ വെക്കണോ അതോ പുറത്ത് വെക്കണോ അതോ എങ്ങനെയാന്നൊന്ന് പറഞ്ഞേ. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇത് ആറുമ്പോ ഒരു ഭരണിക്കകത്താക്കി വെച്ച് പുറത്ത് വെച്ചാലും അകത്ത് വെച്ചാലും ഇവിടെയൊക്കെ തണുപ്പല്ലേ,
അതുകൊണ്ട് കേടാവൂല. കേടാവില്ല. ഉള്ളിയുടെ വെള്ളമെല്ലാം വറ്റി വരണോണ്ട് നമുക്ക് അങ്ങനെ കേടാവാതെ കുറച്ച് നാൾ ഇരിക്കും അല്ലേ? അതെ മമ്മി, ചക്കപ്പഴം അരിഞ്ഞ് മിക്സിയിൽ ഇനി അരിഞ്ഞിട്ടിട്ട് അടിച്ചെടുക്കണം. ഞാനിങ്ങനെ പഴുത്ത ചക്ക വെച്ചിട്ട് ചക്കയുടെ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിവിടെ പപ്പ എപ്പോഴും വരട്ടി ഞങ്ങൾക്ക് ചക്ക വരട്ടിയത് കൊണ്ടു തരാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചക്കയുടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് നമ്മൾ പഴുത്ത ചക്കപ്പഴം വെച്ചിട്ട് നാട്ടിലൊക്കെ എപ്പോഴും ഇങ്ങനെയല്ലേ ഉണ്ടാക്കുക. മമ്മി ഇത് അരിഞ്ഞിടട്ടെ, അപ്പോഴും ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരട്ടെ. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വേറൊന്നുമല്ല, പപ്പയും അമ്മയും കഴിഞ്ഞ ദിവസം എൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു, പപ്പയുടെയും 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും ബർത്ത്ഡേ തമ്മിൽ ഒരുപാട് അകലമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു പപ്പയുടെ. അപ്പം ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾ ട്രിപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പായസം ഉണ്ടാക്കി. അപ്പോൾ ഇത് നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള പായസമല്ലേ മീ? നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള ഗോതമ്പ് പായസം. അതും പഴവും പപ്പടവും കൂടിയിട്ട് നിങ്ങൾ കഴിക്കാറുണ്ടോ? അത് എല്ലായിടത്തേക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പഴം പപ്പടം പായസം, പിന്നെ പഴവും പാനി, അതൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഡെസേർട്ട് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പപ്പടവും പഴവും പായസം കഴിച്ചാലോ? അപ്പോൾ നമുക്ക് ഈ പഴം കുഴച്ചിട്ട് പായസം ഒന്ന് കഴിച്ചാലോ? ഇങ്ങനെ ഒരുപാട് പേരൊന്നും കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ കല്യാണത്തിനൊക്കെ ഇങ്ങനെയല്ലേ മീ? അപ്പോൾ എനിക്ക് പരിപ്പ് പായസമാണ് കൂടുതൽ ഇഷ്ടം. പപ്പടം പപ്പടം ഇവിടുത്തെ പപ്പടം അങ്ങനെ കൊമളക്കില്ല. കുറച്ച് പഴം, കുറച്ച് പപ്പടവും കുറച്ച് പായസവും. അത് ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കിടു കോമ്പിനേഷനാ. നമ്മളുടെ ചക്കപ്പഴം ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ട്, നല്ലോണം അരയണം അല്ലേ മീ? അല്ലാതെ കഷ്ണങ്ങളൊന്നും പാടില്ല. അതെ, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. മമ്മി ഇതേ ചക്കയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല വാട്ടിയെടുക്കുകയാണ്. ഇതിവിടെ ഏഷ്യൻ സ്റ്റോറിൽ ഇങ്ങനെ വാഴയില വാങ്ങാനായിട്ട് കിട്ടും. അത് വാട്ടിയെടുക്കുകയാണ്. നമ്മുടെ നാട്ടിലാവുമ്പോൾ നമ്മൾ ഇടനയിലയും കൊണ്ടാണ് സാധാരണ ചക്കയടയൊക്കെ ഉണ്ടാക്കാറുള്ളത് അല്ലേ? ഇടനയില അല്ലേ? അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ മീ? ഇടനയിലെന്ന് നമ്മളൊക്കെ ഇടനയിലെന്ന്, ഈ വഴനയില എന്ന് പറയുന്നത് അതാണോന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഇങ്ങനെ കുമ്പിള് പോലെ കുത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ചക്കയുടെ ഉണ്ടാക്കുന്നത് അതിനകത്താണ്. അതിലുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വീട്ടിലൊക്കെ ഉണ്ട് ഇടന. വീട്ടിലൊക്കെ ഫുള്ള് മരം വലുതുണ്ട്. പിന്നെ നമ്മള് ഇങ്ങനെ പ്ലേറ്റിൽ കോരി ഒഴിച്ചു അങ്ങനെ ഉണ്ടാക്കും അല്ലേ? 5-6 ഇല കൊണ്ടുവന്നെങ്കിൽ മതിയായിരുന്നു, അത് മറന്നുപോയി. ഇലയൊന്നും അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല എന്നാ ശരിക്കും. അപ്പൊ അതേ നമ്മളതെല്ലാം വാട്ടിയെടുക്കുകയാണ്. ഈ ഇലയെ വാട്ടി കഴിഞ്ഞിട്ട് തുടച്ചെടുക്കാം നമുക്ക്. എന്താ മീ ചെയ്യണേ? ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് ഇച്ചിരി തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. നമ്മൾ ബട്ടറെല്ലാം ഉരുക്കിയിട്ട് വീട്ടിലുണ്ടാക്കിയതാണ്. കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തൊന്നിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ചെയ്യണമെന്ന് ഉള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഒന്ന് കടിക്കാൻ കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ? തേങ്ങ പതിയെ ചുവന്ന കളറായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. മമ്മി പറയുന്നത് അതിനകത്ത് കുറച്ച് നട്ട്സും കൂടെ, ആകെ കുറച്ച് ഇട്ടുള്ളൂ, അതും കൂടെ ഇടാന്ന് മമ്മി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നട്ട്സ്, ഇത് ഓൾറെഡി റോസ്റ്റഡ് നട്ട്സ് ആണ്, എന്നാലും നമ്മൾ പതിയെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കപ്പഴം, ഞാനിവിടെ ഈ ഫാൻ ഒന്ന് നിർത്തട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കില്ല. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കപ്പഴത്തിന്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇട്ടു. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ലാത്തോണ്ടാ. ഇനി തേങ്ങ ഇടാം. ഓക്കെ. അരിപ്പൊടി ഇടാം. നോക്കട്ടെ കേട്ടോ. അരിപ്പൊടി കൂടുതലാവാൻ പാടില്ല അല്ലേ? ജീരകവും പൊടിച്ചു വെച്ചിട്ടുണ്ട്. എന്താമേ? ഏലക്കായും ജീരകവും. പിന്നെ നമ്മള് ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർക്കണ്ട, അത് ശർക്കരയുടെ ഉപ്പുണ്ടാവും. ആരോൺ അവിടെ സ്നേഹനോട് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്നു. ഞാൻ അവനോട് റൂമിൻ്റെ ഉള്ളിൽ പോയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ. കുറച്ച് അരിപ്പൊടിയും കൊണ്ട് വേണമെന്നാണ് മമ്മി പറയണേ. നമ്മൾ പണ്ട് ചക്ക ഇങ്ങനെ ആവിയൊക്കെ കയറ്റിയിട്ട് വേവിച്ചിട്ടല്ലേ നമ്മള് അരച്ചോണ്ടിരുന്നത്. ആവിയായിട്ടുണ്ട്, അല്ലാണ്ട് അടിക്കാം. ഓരോന്ന് പഠിച്ചു വരുമ്പോഴല്ലേ. മധുരം നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. മധുരം ഉണ്ടോ? കുറവാ. അപ്പൊ നമ്മുടെ പാകത്തിന് മധുരം, പൊടി, ഇതെല്ലാം ഇതാണ് കറക്റ്റ് കുഴ അല്ലേ മീ? നമുക്ക് ഇലയിലേക്ക് ആക്കാം. മധുരമൊക്കെ നോക്കി മധുരം പാകമാണ്, നമുക്ക് ഇലയിലേക്ക് എടുത്തു വെക്കാം. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അവിടെ. എന്തിനാ അങ്ങനെ വെക്കണേ? ഇച്ചിരിയോടെ ഇതാവോന്നറിയാം. മമ്മി വാഴയിലയും കൊണ്ട് കുമ്പിള് പോലെ ഉണ്ടാക്കിയിട്ട്, കുമ്പിളും ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ നമ്മൾ അട പോലെ ഇരിക്കുന്നു ഉണ്ടാക്കുന്നുണ്ട്. വാഴയിലയും കൊണ്ട് കുമ്പിളുണ്ടാക്കാൻ പാടാണ്, പക്ഷെ എന്നാലും മമ്മി അത് മാനേജ് ചെയ്യുന്നുണ്ട്. What Malwan is doing? My Malwanji, we are just talking together. Okay. നമ്മളിവിടെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചക്കയടകളെല്ലാം ഇവിടെ റെഡിയായി, നമ്മൾ ആവി കയറ്റാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മമ്മി അടപ്പം എടുത്തു തരുമോ? അതെ, നമ്മൾ ആവി കയറ്റാൻ വെച്ചു. ഇത് എത്ര നേരം വെക്കണോ മമ്മി? 15 മിനിറ്റ് 20 മിനിറ്റ് വെച്ചു. 20 മിനിറ്റ്. അപ്പം നമ്മളിവിടെ ആവി കയറ്റാനായിട്ട് വെച്ചേക്കാണ്. ഇനി 20 മിനിറ്റ് നമുക്കൊരു ടൈമർ വെച്ചേക്കാം. നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചക്കയുടെ എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ചക്കയുടെ. ഇനി ഇലയിൽ നിന്നെല്ലാം പൊളിച്ചിട്ട് നമ്മൾക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏഷ്യൻ സ്റ്റോറിലോ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ചക്കപ്പഴമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചക്കയുടെ നമ്മുടെ വാഴ ഇലയിൽ ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.